Hi everyone, welcome back to the world of English. ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇംഗ്ലീഷ് ലെറിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് കാണുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടാൽ മാത്രം പോരാ, നമ്മൾ പ്രധാനപ്പെട്ട പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്യണം, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട പോയിൻറ്റ്സൊക്കെ എഴുതിയെടുക്കുക. അതിൻ്റെ ഒപ്പം അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനൊക്കെ ശ്രമിക്കണം കേട്ടോ. പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളിലൊപ്പം വീട്ടിലൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ലാംഗ്വേജ് ഡെഫിനറ്റ് ആയിട്ടും ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുട്ടി ഇംഗ്ലീഷിൻ്റെ അടുത്ത എപ്പിസോഡാണ്. കുട്ടി ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, 2-3 വാക്കുകൾ ചേർന്ന് ചെറിയ ചെറിയ സെൻറ്റൻസസ്, ചോദ്യങ്ങൾ, ഇതൊക്കെ കമ്മ്യൂണിക്കേഷനെ വളരെ ഈസി ആക്കാൻ സഹായിക്കുന്ന ചില സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന വഴി നമ്മുടെ ലാംഗ്വേജ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആവും, കുറച്ചുകൂടി ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. നമുക്ക് ഒന്നാമത്തെ കുട്ടി സെൻറ്റൻസിലേക്ക് പോവാം. ഇതൊരു ചോദ്യമാണ് കേട്ടോ. ചോദ്യം. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രധാനമായിട്ടും നമുക്ക് 2 കാറ്റഗറി ഓഫ് സെൻറ്റൻസസ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ചോദ്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റ്സും. മിക്കവാറും സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ആരെക്കുറിച്ചെങ്കിലുമോ എന്തിനെക്കുറിച്ചെങ്കിലുമോ എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും. ചോദ്യം നമ്മൾ ചോദിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ചോദ്യമാണ്. വാട്ട് ഹാപ്പൻഡ്? ഒന്നാമത്തെയാണ് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളാവാം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരി, ആരെങ്കിലും ഒരു ഫാമിലി മെമ്പർ എന്തെങ്കിലും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓടി ചെന്ന് ചോദിക്കും, എന്ത് പറ്റി, എന്താ പറ്റിയേ, അല്ലേ? മലയാളത്തിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എക്സ്പ്രഷനാണ് വാട്ട് ഹാപ്പൻഡ്. വാട്ട് ഹാപ്പൻഡ്, അല്ലേ? ചിലപ്പോൾ നിങ്ങൾ ഒരു ടൗണിൽ ചെല്ലുമ്പോൾ കുറേ ആളുകൾ കൂടി നിൽക്കുന്നു, എന്താ പറ്റിയേ എന്നറിയണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം വാട്ട് ഹാപ്പൻഡ്. വാട്ട് ഹാപ്പൻഡ്. ഓക്കെ, റിപ്പീറ്റ് വാട്ട് ഹാപ്പൻഡ്. ഒന്ന് പറഞ്ഞു നോക്കിയേ, വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ കണ്ടാൽ നിങ്ങളൊന്ന് ഉപയോഗിക്കണം കേട്ടോ, വാട്ട് ഹാപ്പൻഡ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് നമുക്ക് പോവാം. ഗോ അപ്പ്. ഗോ അപ്പ്. ഗോ അപ്പ് എന്ന് വെച്ചാൽ എന്താണ്? മുകളിലേക്ക് പോവുക, അല്ലെങ്കിൽ മുകളിലേക്ക് കയറി പോവുക. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനെ വിളിക്കാൻ വേണ്ടി ചെല്ലുന്നു. 2 നില വീടാണ് ആൾക്കുള്ളത്. നിങ്ങൾക്ക് ഭയങ്കര ഫ്രീഡമാണ് ആ വീട്ടിൽ. നിങ്ങൾ നേരെ കയറി ചെന്ന് ചോദിക്കുന്നു, അവൻ എവിടെ? അവൻ മുകളിലാണ്. ഗോ അപ്പ്, അല്ലേ? ആ മുകളിലുണ്ട്, നീ അങ്ങോട്ട് ചെല്ല്, നീ മുകളിലേക്ക് ചെല്ല് എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ താഴേക്ക് ചെല്ലാൻ നമ്മൾ എങ്ങനെ പറയും? ഗോ ഡൗൺ. ഓക്കെ, ഞാൻ ഈ ഗോ അപ്പ് പറഞ്ഞതിൻ്റെ ഒപ്പം ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഗോ അപ്പ് എന്ന് വെച്ചാൽ മുകളിലേക്ക് പോവുക, ഗോ ഡൗൺ എന്ന് വെച്ചാൽ താഴേക്ക് പോവുക. ക്ലിയർ ആണോ? പ്രത്യേകിച്ച് നമ്മൾ സ്റ്റെയറിലൂടെ ഒക്കെ കയറി പോകുന്നതിനാണ് പറയുന്നത് കേട്ടോ. നമുക്ക് സ്റ്റെയർസ് ഉണ്ടാവും, മുകളിലേക്ക് പോവുക, താഴേക്ക് വരിക. ക്ലിയർ ആണല്ലോ? ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഗോ അപ്പ്. ഗോ അപ്പ്. ഓക്കെ. മൂന്നാമത്തെ വളരെ സങ്കടകരമായ ഒരു സിറ്റുവേഷനാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ഒരു സുഹൃത്ത് ബിടെക് ഒക്കെ പഠിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിച്ച് അവൻ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി. അവൻ ഇൻ്റർവ്യൂസിന് പോകാൻ വേണ്ടി തുടങ്ങി. 1 ഇൻ്റർവ്യൂ ആയി, 2 ഇൻ്റർവ്യൂ ആയി, 3 ആയി. പല ഇൻ്റർവ്യൂസിന് പോയാലും ഇവന് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവന് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുന്നില്ല, ജോലി കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ അവൻ്റെ അടുത്ത് പോയി ചോദിക്കുവാണ്, എടാ അതെ, നിനക്ക് എന്താ പറ്റിയത്? എന്താ നിനക്ക് ഇൻ്റർവ്യൂ ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത? നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് നല്ല മാർക്കൊക്കെ ഉണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഭയങ്കര പേടിയാണ്. വാട്ട് ടു ഡു? ഇതാണ് നമ്മുടെ അടുത്ത സെൻറ്റൻസ്. വാട്ട് ടു ഡു? ഇനി എന്ത് ചെയ്യണം, എന്താ ചെയ്യുക, അല്ലെ? നമ്മൾ കാഷ്വലി മലയാളത്തിൽ ചോദിക്കും, എന്താ ചെയ്യുക, എന്ത് ചെയ്യണം ഇനി? വാട്ട് ടു ഡു, എന്താ ചെയ്യുക, അല്ലേ? അപ്പോൾ ഇങ്ങനെ നിങ്ങളോട് സുഹൃത്ത് പറയുന്നു. അപ്പോൾ നമുക്ക് ഈ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇംഗ്ലീഷിന് ഫ്ലുവൻസി ഇല്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാഡറിൻ്റെ ഓൺലൈൻ ഇംഗ്ലീഷ് പ്രോഗ്രാമിന് എൻറോൾ ചെയ്യാം. നമ്മുടെ ഇംഗ്ലീഷ് മെൻറ്ററിംഗ് എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. നിങ്ങൾക്ക് മാത്രമായിട്ടൊരു ട്രെയിനർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് 1-on-1 ആയി ഇരുന്നുകൊണ്ട് നിങ്ങളുടെ നീഡ് അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ കോഴ്സ് അഡ്വൈസേഴ്സ് നിങ്ങൾക്കുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? വാട്ട് ടു ഡു. അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട് ചോദിക്കുന്നു, വാട്ട് ടു ഡു, അല്ലേ? എനിക്ക് ഇംഗ്ലീഷ് ഇല്ല, എന്ത് ചെയ്യണം? ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാം, ഗോ അറ്റൻഡ് എ പ്രോഗ്രാം ബൈ ഇംഗ്ലീഷ് ലാഡർ, അല്ലേ? പോയി ഇംഗ്ലീഷ് ലാഡറിൻ്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും. ഓൺലൈനാണ് കേട്ടോ, ഡൗട്ടൊന്നും വേണ്ട. ഓക്കെ, നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് കേട്ടോ. കൊളോക്കിയൽ ആയിട്ടുള്ള എക്സ്പ്രഷനോടാണ് ഇറ്റ്സ് ഓൾ യുവേഴ്സ്. ഇറ്റ്സ് ഓൾ യുവേഴ്സ്. അത് നമ്മൾ വളരെ ട്രിക്കി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതായത് നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നു, അപ്പോൾ അവർ ചോദിക്കുക, അയ്യോ ഇത് മുഴുവൻ എനിക്കാണോ? അപ്പോൾ നമ്മൾ പറയുന്നു, യെസ് ഇറ്റ്സ് ഓൾ യുവേഴ്സ്, ഇത് മുഴുവൻ നിനക്കാണ്, ഇത് മുഴുവൻ നിൻ്റെയാണ് എന്ന് നമ്മൾ പറയില്ലേ.
ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ജോലിക്കാരനെ കൊണ്ട് ഒരാൾക്ക് കൊടുക്കുന്നു, എന്നിട്ട് പറയുന്നു ഇവനോട് എത്ര ദിവസം കാണും, അല്ലെങ്കിൽ ഇവനോട് എത്ര ദിവസം വർക്ക് ചെയ്യും. ഹീസ് ഓൾ യുവേഴ്സ് എന്ന് വെച്ചാൽ അവനിവിടെ നിന്റെ സേവനത്തിനായിട്ട് മുഴുവൻ സമയമുണ്ട്, നിനക്ക് അവനെ ആവശ്യത്തിന് ഉപയോഗിക്കാം. സാധനങ്ങളാണെങ്കിൽ ഇത് മുഴുവൻ നിനക്കുള്ളതാണ്. ഇറ്റ്സ് ഓൾ യുവേഴ്സ്, ഇറ്റ്സ് ഓൾ യുവേഴ്സ്. എന്തും ആയിക്കൊള്ളട്ടെ, ഇറ്റ്സ് ഓൾ യുവേഴ്സ് എന്ന് വെച്ചാൽ ഇത് മുഴുവൻ നിനക്കുള്ളതാണ്, ഇത് മുഴുവൻ നിനക്ക് ഉപയോഗിക്കാം എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരു ഡൗട്ടും കൊണ്ടാണ് ഉപയോഗിക്കാം. ഇറ്റ്സ് ഓൾ യുവേഴ്സ് എന്ന് പറഞ്ഞ് ഇറ്റ്സ് ഓൾ യുവേഴ്സ്. ഇനി അടുത്ത സിറ്റുവേഷൻ, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നു. അപ്പോൾ നമ്മൾ നോർമലി അല്ലേ അതിഥികളെ സൽക്കരിക്കാൻ നല്ല താല്പര്യമുള്ളവരാണ് മലയാളികൾ, ശരിയല്ലേ? അപ്പോൾ നമ്മൾ അവരോട് പറയും ഇത് കഴിക്കുക, എന്തെങ്കിലും കുടിക്കുക, അല്ലേ, ഒരു ചായ കുടിക്കുക, അല്ലെങ്കിൽ ഒരു കേക്ക് കഴിക്കുക എന്നൊക്കെ നമ്മൾ പറയും. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഹാവ് എ ടീ, അല്ലേ, അല്ലെങ്കിൽ ഹാവ് സം സ്നാക്സ്, കഴിക്കൂ, കുടിക്കൂ എന്നൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹാവ് എ ടീ, അല്ലെങ്കിൽ ഹാവ് സം സ്നാക്സ്, അല്ലെങ്കിൽ ഹാവ് എ പീസ് ഓഫ് കേക്ക് എന്ന് നിങ്ങൾക്ക് പറയാം. കഴിക്കൂ, ആസ്വദിക്കൂ എന്നൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അർത്ഥം കേട്ടോ. ഭക്ഷണം അല്ലെങ്കിൽ പാനീയം ഇതിനൊക്കെ ഒപ്പം നമുക്ക് ഈ ഹാവ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം. സോ ഹാവ് എ ടീ, ഒരു ചായ കുടിക്കൂ, ഹാവ് എ ടീ. അടുത്തത് പലരും ചെറുപ്പം തൊട്ടേ ക്ലാസ്സിലിരുന്ന് പറയുന്ന ഒരു സാധനമാണ്, എനിക്ക് ഉറക്കം വരുന്നു, അല്ലേ? എങ്ങനെ? എനിക്ക് ഉറക്കം വരുന്നു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ എം സ്ലീപ്പി, ഐ എം സ്ലീപ്പി. ഉറക്കം വരുന്ന അവസ്ഥയാണ് നമ്മൾ വിളിക്കുന്നത് സ്ലീപ്പി എന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ എന്ത് പറയും? ഐ എം സ്ലീപ്പി, ഐ എം സ്ലീപ്പി. നമ്മളെപ്പോഴും നമ്മുടെ ട്രെയിനിങ്ങിൽ പറയുന്നൊരു കാര്യമാണ്, ഐ ആം എന്നുള്ളത് കമ്മ്യൂണിക്കേഷനിൽ വരുമ്പോൾ ആം എന്നാണ് പറയുന്നത്. ഐ ആം എന്നുള്ളത് ആം എന്നാവും. ഐ എം സ്ലീപ്പി കണ്ടോ. ഐ ആം സ്ലീപ്പി എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം നോർമൽ കമ്മ്യൂണിക്കേഷനിൽ കാഷ്വലായിട്ട് സംസാരിച്ച് പോകുമ്പോൾ ഐ എം സ്ലീപ്പി എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഐ എം സ്ലീപ്പി. ഓക്കെ, അടുത്ത സെൻറ്റൻസ് രണ്ട് സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നിനക്കത് കിട്ടിയോ? യെസ് ഐ ഗാട്ട് ഇറ്റ്, അല്ലേ? എനിക്ക് കിട്ടി. യെസ് ഐ ഗാട്ട് ഇറ്റ്. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? യെസ് ഐ ഗാട്ട് ഇറ്റ്. അല്ലെ, കിട്ടി എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിന് കിട്ടി എന്ന് മാത്രമല്ല അർത്ഥം, എനിക്ക് മനസ്സിലായി എന്നുകൂടി അർത്ഥമുണ്ട്. സോ ഡിഡ് യു ഗെറ്റ് ഇറ്റ് എന്ന് ചോദിച്ചാൽ നിനക്ക് മനസ്സിലായോ അല്ലെങ്കിൽ നിനക്ക് കിട്ടിയോ എന്ന് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരാൾ നമുക്കൊരു ലെറ്റർ അയച്ചു, എന്നിട്ട് നമ്മളോട് വിളിച്ച് ചോദിക്കുക ഡിഡ് യു ഗെറ്റ് ഇറ്റ്, നിനക്ക് കിട്ടിയോ? യെസ് ഐ ഗോട്ട് ഇറ്റ്. നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് പറയാം യെസ് ഐ ഗോട്ട് ഇറ്റ്. അല്ലെങ്കിലോ നോ ഐ ഡിഡ്ന്റ്, അല്ലേ, ഐ ഡിഡ് നോട്ട് ഗെറ്റ് ഇറ്റ്, ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് മനസ്സിലായോ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിക്കില്ലേ? അതിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന എക്സ്പ്രഷനാണ് ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഐ ഗോട്ട് ഇറ്റ്, ഐ ഗോട്ട് ഇറ്റ്. എനിക്ക് മനസ്സിലായി. നമ്മുടെ ഒരു സീനിയർ ഓഫീസർ നമ്മളോട് കുറേ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നു, എന്ന് ചോദിക്കുന്നു ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഐ ഗോട്ട് ഇറ്റ്, എനിക്കത് മനസ്സിലായി. വളരെ കാഷ്വലായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ. ഐ ഗോട്ട് ഇറ്റ്, ഐ ഗോട്ട് ഇറ്റ്. നമ്മൾ മുമ്പേ വീട്ടിലൊരു ഗസ്റ്റ് വരുന്ന കാര്യം പറഞ്ഞിരുന്നല്ലേ? അപ്പോൾ നമ്മൾ ഗസ്റ്റിനൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ അവരോട് പറഞ്ഞു ഒന്ന് രുചിച്ച് നോക്ക്, അല്ലേ? നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു സുഹൃത്തിനോടൊക്കെ പറയുന്നതാണ് ജസ്റ്റ് ടേസ്റ്റ് ഇറ്റ്, ജസ്റ്റ് ടേസ്റ്റ് ഇറ്റ്. അതൊന്ന് രുചിച്ച് നോക്ക്. ഓൾറൈറ്റ്, ഒരു സ്പെഷ്യൽ ഡിഷ് ആയിരിക്കാം, എന്തെങ്കിലും ഫുഡ് ഐറ്റം ആയിരിക്കാം, നമ്മൾ പറയുന്നതാണ് ജസ്റ്റ് ടേസ്റ്റ് ഇറ്റ്. ഒന്ന് രുചിച്ച് നോക്ക്, ഒന്ന് രുചിച്ച് നോക്ക്. ജസ്റ്റ് ടേസ്റ്റ് ഇറ്റ്, ജസ്റ്റ് ടേസ്റ്റ് ഇറ്റ്. എനിക്ക് എന്തായാലും പോയേ പറ്റൂ, എനിക്ക് പോകണം, അല്ലേ? ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ ഒരു പാർട്ടിയിലാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിലാണ്, പെട്ടെന്നൊരു കോൾ വരുന്നു, നിങ്ങളുടെ ഒരു ക്ലോസ് റിലേറ്റീവ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഏട്ടാ നീ പോകണ്ട എന്ന് കൂട്ടുകാർ പറയുന്നു. നോ ഐ മസ്റ്റ് ഗോ, എനിക്ക് തീർച്ചയായിട്ടും പോകണം, പോയേ പറ്റൂ എന്ന് നിങ്ങൾ പറയുന്നു. ഐ മസ്റ്റ് ഗോ. റൈറ്റ്, ക്ലിയർ ആണല്ലോ? ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് കേട്ടോ. ഐ മസ്റ്റ് ഗോ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, എനിക്ക് എന്തായാലും പോകണം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഐ മസ്റ്റ് ഗോ, ഞാൻ പോയേ പറ്റൂ. ഐ മസ്റ്റ് ഗോ, ഐ മസ്റ്റ് ഗോ. ക്ലിയർ അല്ലേ? ഇനി എനിക്ക് അത് വേണ്ട, എനിക്ക് വേണ്ട നമ്മളെപ്പോഴും പറയുന്നതാണ് അല്ലേ? എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ പറയും എനിക്കത് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. എനിക്കത് വേണ്ട, എനിക്കത് ആവശ്യമില്ല നമ്മൾ പറയില്ലേ? ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ കൂട്ടുകാരനോട് ചോദിച്ചു, അവൻ തന്നില്ല, കുറച്ച് കഴിയുമ്പോൾ അവൻ കൊണ്ടുത്തരുവാണ്, ഇതാ ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, എനിക്കത് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഉപയോഗിച്ചോളൂ കേട്ടോ. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ കുട്ടികളോടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് കേട്ടോ, മേക്ക് ദ ബെഡ്. എന്ന് വെച്ചാൽ എന്താ? രാവിലെ എണീറ്റാൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കുക, പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുക, ഒന്ന് അറേഞ്ച് ചെയ്യുക, തലവണയൊക്കെ എടുത്ത് പ്രോപ്പറായിട്ട് വെക്കുക. ഇതിനാണ് നമ്മൾ പറയുന്നത് എന്ത്? മേക്ക് ദ ബെഡ്, മേക്ക് ദ ബെഡ്. അത് രാവിലെ എണീക്കുമ്പോഴാവാം, അതുപോലെ തന്നെ ഈവനിങ് കിടക്കുന്നതിന് മുമ്പ് ഏത് സമയത്തും ആവാം. പ്രോപ്പറായിട്ട്
കിടക്കാൻ വേണ്ടി നമ്മുടെ കട്ടിൽ സജ്ജമാക്കി വെക്കുക. ഇതാണ് നമ്മൾ മേക്ക് ദ ബെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, മേക്ക് ദ ബെഡ്. അപ്പോൾ നാളെ മക്കൾ എണീക്കുമ്പം പുതപ്പൊക്കെ മടക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം പ്ലീസ് ഗോ ആൻഡ് മേക്ക് യുവർ ബെഡ്, അല്ലേ? പ്ലീസ് ഗോ ആൻഡ് മേക്ക് യുവർ ബെഡ്. അപ്പം മേക്ക് ദ ബെഡ് എന്നാണ് നമ്മുടെ എക്സ്പ്രഷൻ. മേക്ക് ദ ബെഡ്, മേക്ക് ദ ബെഡ്. കട്ടിൽ ഒരുക്കിയിടുക, മേക്ക് ദ ബെഡ്. അടുത്ത സെൻറ്റൻസ് ആണ് നത്തിങ് സ്പെഷ്യൽ. നത്തിങ് സ്പെഷ്യൽ. നമ്മൾ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാരോട് ചോദിക്കും, എടാ എന്താണ് സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പോൾ പറയും നത്തിങ് സ്പെഷ്യൽ. അതൊരു സ്പെഷ്യൽ ഐറ്റത്തിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് സ്പെഷ്യൽ ഇവൻ്റ് ആവാം, ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ആവാം, അല്ലേ? എന്താണ് ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണല്ലോ, എന്താണ് പ്ലാന്, എന്താ സെലിബ്രേഷൻ? നത്തിങ് സ്പെഷ്യൽ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് നമ്മൾ പറയില്ലേ? അപ്പോൾ ഒരു ഒക്കേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ള കാര്യങ്ങളോ എന്തെങ്കിലും സാധനം എന്തും ആവാം, പ്രത്യേകമായിട്ടൊന്നുമില്ല എന്നാണ് ഇതിൻ്റെ മലയാള അർത്ഥം. നത്തിങ് സ്പെഷ്യൽ, നത്തിങ് സ്പെഷ്യൽ. ഓൾറൈറ്റ്, ഒരു ചെറിയ എക്സാമ്പിളോട് പറയാം. ഒരാൾ പറയുന്നു, സൺഡേ നീ വീട്ടിലേക്കൊന്ന് പോയോ കേട്ടോ. എന്താണ് പരിപാടി? നത്തിങ് സ്പെഷ്യൽ, വിൽ ഹാവ് എ കാഷ്വൽ ഗെറ്റ് ടുഗെദർ. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ചുമ്മാ ഒരു ഗെറ്റ് ടുഗെദർ, ഒരു കാഷ്വൽ ഗെറ്റ് ടുഗെദർ വെക്കാം. സ്പെഷ്യൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു വലിയ ഫംഗ്ഷനൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഇതൊരു കാഷ്വൽ ഗെറ്റ് ടുഗെദറാണ്, പ്രത്യേകിച്ചൊന്നുമില്ല എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സോ നത്തിങ് സ്പെഷ്യൽ. നമ്മുടെ വീട്ടിൽ കുറച്ച് ആളുകളൊക്കെ വരുന്നു. അപ്പോൾ ഒരു കുട്ടി ഓടിപ്പോയി തട്ടിത്തടഞ്ഞ് വീഴുന്നു. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കുട്ടികളോട് പറയും, അല്ലെങ്കിൽ ആ കുട്ടിയോട് തന്നെ പറയും, വാക്ക് കെയർഫുള്ളി, സൂക്ഷിച്ച് നടക്കുക. വാക്ക് കെയർഫുള്ളി, അല്ലേ? വാക്ക് എന്ന് വെച്ചാൽ നടക്കുക, കെയർഫുള്ളി എന്ന് വെച്ചാൽ സൂക്ഷിച്ച്. ഇപ്പം നിങ്ങൾ സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലത്ത് പോകുന്നു, അല്ലേ? അതായത് ഒത്തിരി തെന്നലുള്ളൊരു സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്ത് പോകുന്നു, അപ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നൊരു സെൻറ്റൻസാണ് വാക്ക് കെയർഫുള്ളി, അല്ലേ? പ്രത്യേകിച്ച് നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ആളുകൾക്ക് കയറിപ്പോകാനോ ഇറങ്ങി വരാനോ അല്ലെങ്കിൽ നടക്കാനൊക്കെ. അപ്പോൾ നമുക്ക് പറയാം വാക്ക് കെയർഫുള്ളി, വാക്ക് കെയർഫുള്ളി. ഇത് പറഞ്ഞു നോക്കി, വാക്ക് കെയർഫുള്ളി. നെക്സ്റ്റ് വൺ, ഇറ്റ്സ് എ വേർഡ് ഓഫ് അപ്രീഷിയേഷൻ. അഭിനന്ദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഒരു വാക്കല്ല, ഒരു സെൻറ്റൻസ് ആണ്, ഒരു യൂസേജ് ആണ്. വെൽ ഡൺ, അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ, സൂപ്പറായിട്ട് ചെയ്തു, വെരി ഗുഡ് എന്നൊക്കെ പറയില്ലേ, അതിന് ഈക്വലൻ്റ് ആണ് വെൽ ഡൺ. വെൽ ഡൺ എന്ന് പറഞ്ഞേ, വെൽ ഡൺ. ഇപ്പം നിങ്ങളുടെ കുട്ടി സ്കൂളിലൊരു പ്രോഗ്രാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്തു, ഫേസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടി, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ ഒരു കൊളീഗ് നേടി, അപ്പോഴൊക്കെ നിങ്ങൾക്ക് പറയാം വെൽ ഡൺ, വളരെ നന്നായിട്ട് ചെയ്തു കേട്ടോ, സൂപ്പർ, അടിപൊളി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൻ്റെ ഈക്വലൻ്റ് എക്സ്പ്രഷനാണ് വെൽ ഡൺ. വെൽ ഡൺ. ലാസ്റ്റ് യൂസേജിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. നമ്മുടെ കുട്ടി ഇംഗ്ലീഷിലെ ഏറ്റവും അവസാന സെൻറ്റൻസ് ആണ് ഹെൽപ്പ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ സഹായിക്കുമെന്നാണോ അർത്ഥം? അല്ല, ഇതിനർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങളൊരു ബൊഫേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ഫംഗ്ഷന് പോകുന്നു, അവിടെ ചെല്ലുമ്പോൾ ആളുകൾ പറയുന്നു നീ തന്നെ കോരിയിട്ട് കഴിച്ചോളൂ എന്ന് പറയില്ലേ? അതാണ് ഹെൽപ്പ് യുവർ സെൽഫ്. ഹെൽപ്പ് യുവർ സെൽഫ് എന്ന് വെച്ചാൽ സെൽഫ് സർവീസ് എന്നാണ് അർത്ഥം കേട്ടോ. അതായത് നിങ്ങൾ സ്വയം എടുത്ത് കഴിക്കണം എന്നാണ് പറയുന്നത്. എന്തെങ്കിലും കാര്യം നിങ്ങൾ സ്വയം ചെയ്യാൻ ആളുകൾ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു, അതിനെയാണ് നമ്മൾ പറയുന്നത് ഹെൽപ്പ് യുവർ സെൽഫ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പാർട്ടിക്ക് ചെല്ലുമ്പം അല്ല ഫുഡ് പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ് എന്ന് പറയും. അതായത് നിങ്ങൾ സ്വയം എടുത്ത് കഴിക്കൂ, അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. നിങ്ങൾ സ്വയം ചെയ്യൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം, ഹെൽപ്പ് യുവർ സെൽഫ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഏകദേശം 15ഓളം കുട്ടി ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ്. ചോദ്യങ്ങളുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, യൂസേജസ് ഉണ്ട്, ഫ്രേസസ് ഉണ്ട്. ഇതെല്ലാം ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കോൺവെർസേഷനെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ ഈ എക്സ്പ്രഷൻസ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളെ സഹായിക്കും. സോ കീപ് ലേണിംഗ് ഇംഗ്ലീഷ് വിത്ത് us. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. Until then, stay tuned. Wish you all a good time. Thank you.